എക്വാകൾച്ചർ സൊസൈറ്റി വഴിയുള്ള വിത്ത് വിതരണം താളം തെറ്റിയതോടെ കാസർഗോഡ് കവ്വായി കായലിലെ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇടനിലക്കാർ വിത്ത് വിതരണത്തിൽ ചൂഷണം നടത്തുന്നുവെന്നാണ് കർഷകരുടെ പരാതി. ഇതോടെ നിരവധി കർഷകരാണ് ഈ വർഷം കല്ലുമ്മക്കായ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുന്നത്. കുടുംബശ്രീ കൂട്ടായ്മകൾ ഉൾപ്പെടെ 2000-ലധികം കർഷകരാണ് കവ്വായി കായലിൽ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വിത്ത് വാങ്ങി കൃഷി ചെയ്യുന്നവരാണ് ഏറെയും. ഇടനിലക്കാരുടെ ചൂഷണം തടയുന്നതിനു വേണ്ടി ഇത്തവണ സൊസൈറ്റി മുഖേന വിത്ത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഒരു ചാക്കിന് 4200 രൂപ നിരക്കിൽ വിത്തെത്തിച്ച് നൽകാമെന്നാണ് സൊസൈറ്റി കർഷകർക്ക് ഉറപ്പു നൽകിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ തന്നെ സൊസൈറ്റിയുടെ വിത്ത് വിതരണം പാളി. ഇതോടെ വീണ്ടും ഇടനിലക്കാർ കളം പിടിച്ചു. നവംബർ 20 മുതലേ സൊസൈറ്റി ഈ മത്സ്യബെഡ് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതുപോലെ കേട്ടു. സൊസൈറ്റി എന്തായാലും വിത്ത് തരുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതുപോലെ കേട്ടു, അതുപോലെ നിന്നു. ഈ സാഹചര്യത്തിൽ ആ നവംബർ മാസം കഴിഞ്ഞു ഡിസംബർ ആകുമ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് വിത്ത് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറഞ്ഞ് ഞങ്ങൾ വിത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഇനി നിങ്ങൾക്ക് വിത്ത് കിട്ടും, ഞങ്ങൾ വിത്ത് തരും എന്നൊരു അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും നമുക്ക് വിത്ത് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ 2000-ഓളം കർഷകരുണ്ട് മൊത്തത്തിൽ. 6000 രൂപ നിരക്കിലാണ് ഇടനിലക്കാർ വിത്ത് നൽകുന്നത്. ഇതോടെ നഷ്ടം ഭയന്ന് പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. പ്രശ്നപരിഹാരത്തിന് ഫിഷറീസ് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. 24 കാസർഗോഡ്.